സോ ഹായ് ഓൾ, എൻ്റെ പേര് മാത്യു. അപ്പോളേ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി കുറച്ച് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, മറ്റേ മൈജിയുടെ സ്റ്റോറില്ലേ, ഓൺലൈൻ സ്റ്റോറിലാണ് ഞങ്ങൾ നോക്കിയത്. അപ്പോളേ ഞാൻ മറ്റേ മൈജിയുടെ സ്റ്റോറിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, ഓൺലൈൻ സ്റ്റോറിൻ്റെ കാര്യം. അതിനകത്ത് ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നേ. അതിനകത്ത് ഇപ്പോൾ ഒരു യൂസർ ലോഗിൻ ആണെങ്കിലും അല്ലെങ്കിലും ആളുടെ കാർട്ടിലോട്ടും വിഷ് ലിസ്റ്റിലോട്ടും ഐറ്റംസ് ആഡ് ആവുന്നുണ്ട്. ആൾ എപ്പോഴാണ് പേയ്മെൻറ്റിന് വേണ്ടി ഒരു ഓപ്ഷൻ നിൽക്കുന്നത് അന്നേരം മാത്രമാണ് ഇപ്പോൾ ആൾ ലോഗിൻ അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാനുള്ള കാര്യം ചോദിക്കുന്നത്. പിന്നെ ഈ ഇമേജസ് എല്ലാം കൂടി ഒരുമിച്ച് കിടക്കുന്നത്, എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ഒരുമാതിരി ഇങ്ങനെ കിടക്കും. അപ്പോൾ ഭയങ്കര ക്ലസ്റ്റേഡ് ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ കുറേ അനാവശ്യമായിട്ട് വേറെ കുറേ സ്പേസസ് കിടപ്പുണ്ട്. അതൊക്കെ കുറേ പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനും ആദ്യം കൂടെ 4-5 ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഇപ്പം കാണിക്കാം. ആദ്യത്തെ ചേഞ്ച് വരുത്തിയത് ഓഫേഴ്സ് എന്തൊക്കെയുണ്ടെന്ന് കാണിക്കുന്ന ചെറിയൊരു പോർഷൻ. രണ്ടാമത്തെ ചേഞ്ച് വരുത്തിയത് പല ഫിൽറ്റേഴ്സൊക്കെ ആഡ് ചെയ്തു. നേരത്തെ ഫിൽറ്റേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ഫിൽറ്റേഴ്സ് ഒറ്റൊരു ഓപ്ഷനായിട്ട് കൊടുത്തു, യൂസേഴ്സ് കുറച്ചുകൂടി എളുപ്പമാകാൻ വേണ്ടി. അതിൻ്റെ കൂടെ തന്നെ മാപ്പ് കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ചേഞ്ച് വരുത്തിയത് ഓരോ കാറ്റഗറീസിൽ നമ്മുടെ ഐറ്റംസ് കാണിക്കാൻ വേണ്ടി. നാലാമത്തെ ചേഞ്ച് വരുത്തിയത് ബൈ ഡിഫോൾട്ട് ആണെങ്കിലും ലോഗിനും സൈനിനും ഓപ്ഷൻ, പിന്നെ യൂസർ ഒരു പ്രൊഡക്റ്റ് കാർട്ടിലോട്ടോ അല്ലെങ്കിൽ വിഷ് ലിസ്റ്റിലോട്ടോ ആഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഈ ലോഗിൻ ഓപ്ഷൻ കയറി വരും. പിന്നെ അഞ്ചാമത്തെ ചേഞ്ച് വരുത്തിയത് പ്രൊസീഡ് ടു ചെക്കൗട്ട്. കാർട്ടിൽ ആഡ് ചെയ്താൽ മാത്രമേ ഈ പേയ്മെൻറ്റ് കാണിക്കാൻ പറ്റൂ. പേയ്മെൻറ്റ് ചെയ്യാൻ നേരം വേണ്ട ഡീറ്റെയിൽസൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ ആ ബാർകോഡ് സ്കാൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വെബ്സൈറ്റിനെ പറ്റി പറയാനുള്ളത്. താങ്ക് യു.